ശ്രീ ആർ വി ബാബു, ഇതിപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവിനകത്ത് ഹൈക്കോടതി രൂക്ഷ ഭാഷയിലുള്ള വിമർശനം ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മിനിറ്റ്സ് ബുക്കുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് 2025 ജൂലൈ മാസം വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മിനിറ്റ്സ് ബുക്കിൽ സെപ്റ്റംബറിലെ കാര്യങ്ങൾ രേഖപ്പെടുത്താത്തതിൽ വലിയ ദുരൂഹതയെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ശ്രീ ആർ വി ബാബു? സർവത്ര കുത്തഴിഞ്ഞ, അഴിമതി നിറഞ്ഞ, ക്രമക്കേടുകൾ നിറഞ്ഞ ഒരു ഭരണ സംവിധാനം ആണ് ദേവസ്വം ബോർഡിലുള്ളത്, ശബരിമലയിലുള്ളത് എന്നുള്ളതാണ് കോടതി പറഞ്ഞു വരുന്നത്. കൃത്യമായിട്ട് കോടതി അത് നേരത്തെ തന്നെ, അതുകൊണ്ടാണ് ഇപ്പൊ ഇൻവെന്ററി അടക്കം ചെയ്യാൻ റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ശങ്കരൻ സാറിനെ നിശ്ചയിച്ചത്. കാരണം വെച്ചാൽ ശബരിമലയിൽ ഒന്നും നടക്കുന്നത്, ശബരിമലയിൽ നിന്നല്ല ദേവസ്വം ബോർഡിൽ നടക്കുന്നത് ഒന്നും തന്നെ ക്രമബദ്ധമായിട്ടല്ല, കുത്തഴിഞ്ഞ അവസ്ഥയാണ്, കെടുകാര്യസ്ഥതയാണ്, അഴിമതിയാണ്, കൊള്ളയാണ്, കൊള്ളിവെപ്പാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണ്. ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. കോടതി എന്ത് പറയുമെന്നുള്ളത് നമ്മൾ ഇനി കാത്തിരിക്കാം. കോടതിയുടെ മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മുഴുവനായിട്ടും എന്റെ പക്കൽ വന്നിട്ടില്ല. മാധ്യമങ്ങളുടെ കയ്യിൽ വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ അന്വേഷണത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുഖ്യ ആളുകൾ എൻ വാസു അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടണം. അത് വൈകും തോറും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിക്കപ്പെടുക എന്ന ആശങ്ക പൊതുവെ ഭക്തജനങ്ങൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. വാസുവിന് വളരെ വ്യക്തമായിട്ട് പങ്ക് ഇതിനകത്തുണ്ട് എന്ന് അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ടിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാസു ഇരിക്കുമ്പോഴാണ് ഈ കട്ടിലപ്പാളിയിലെ സ്വർണം കൊണ്ടുപോകാൻ അത് ചെമ്പാണെന്ന് എഴുതി വെക്കാൻ നിർദ്ദേശിച്ചത് എന്ന മൊഴിയുണ്ട്. വാസുവിന്റെ കാലത്ത് നടന്ന അഴിമതികളുടെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പത്മകുമാർ ഇതിന് മുഖ്യ പങ്കാളിയാണ്. എന്തിന് ഈ ഇപ്പോഴത്തെ പ്രശാന്ത് പോലും ഈ വിഷയത്തിൽ അഴിമതി മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്ന് ഗുരുതരമായ ആരോപണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവരെയൊക്കെ ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത്, അവരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും നീട്ടിക്കൊണ്ടു പോകുന്നത്, അത് ഗുരുതരമായ ഒരു തെളിവുകൾ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇപ്പൊ 420 പേജുള്ള ഒരു ഫയല് UB ഗ്രൂപ്പ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഫയൽ ഇവർ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നല്ലോ. അവർ വിജിലൻസിന് സമർപ്പിച്ചില്ല. SIT പലതവണ ആവർത്തിച്ചിട്ട് കൊടുത്തില്ല. ഒടുവിൽ നിവൃത്തികേട് വന്ന സമയത്താണ് ഈ ആ ഫയൽ കൊടുത്തിരിക്കുന്നത്. ആ ഫയലിൽ തന്നെ എന്തെല്ലാം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്, ഏതൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആ മഹസറിൽ വല്ല തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ, മഹസർ മാറ്റി വെച്ചിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ അത്തരത്തിൽ വലിയൊരു കൊള്ള മറച്ചു വെക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി കുറച്ചുകൂടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ SIT നിർദ്ദേശിക്കുമെന്ന് നമുക്ക് ഇത്തരത്തിൽ കരുതാം. ശ്രീ ആർ വി ബാബു, ഒപ്പം ഈ കോടതി ചില ചോദ്യങ്ങൾ ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന്, ഈ ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നൊരു ചോദ്യം ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രസക്തമായ ചോദ്യം, ഈ വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ കോടതി ദേവസ്വം ബോർഡിന് മുമ്പാകെ വെക്കുന്നത്. ശ്രീ ആർ വി ബാബു, കോടതി ഇത്തരം ചോദ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ കൗതുകമാണ് തോന്നുന്നത് കേട്ടോ. ചോദിക്കുന്നത് കോടതി ആയതുകൊണ്ട് അതിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അവിടെ വിശ്വാസികളല്ലാത്ത ആളല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് വന്നുകൊണ്ടിരുന്നത്? വിശ്വാസിയായിരുന്നോ ഗുപ്തൻ? നമ്പൂതിരിപ്പാടിന്റെ ബന്ധുവായിട്ടുള്ള മരുമകനായിട്ടുള്ള ഗുപ്തൻ വിശ്വാസിയായിരുന്നോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ദേവസ്വം ക്ഷേത്രത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പരിസരത്ത് വരുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡിന്റെ ചുമതലയിലേക്കും ദേവസ്വം മന്ത്രിയായിട്ടും ഒക്കെ വരുന്ന സാഹചര്യം കോടതിക്ക് അറിയാത്തതല്ലോ, കോടതി അത് മനസ്സിലാക്കാത്തതല്ലോ. അപ്പൊ കോടതിയുടെ അത്തരം ചോദ്യങ്ങൾ വിശ്വാസിയല്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു, അതൊന്നും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കോടതിയുടെ മുമ്പിലൂടെയാണ് ഈ തരം പോക്കുരിതരങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ പലതിനോടും കണ്ണടച്ചതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. പലതിനോടും കണ്ണടക്കുക, ഈ സർക്കാർ നിയോഗിച്ച ഒരു സമിതിക്ക് അനുകൂലമായിട്ട് നടപടി എടുത്തതിന്റെ അതിന് അനുകൂലമായ പല കാര്യങ്ങളും അനുവദിച്ചതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്തന്മാർ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും കോടതിയെ സമീപിക്കുമ്പോൾ അതിനനുകൂലമായ ഒരു നിലപാട് അല്ല കോടതിയിൽ നിന്ന് പോലും ഉണ്ടാവാറുള്ളത്. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് ഇപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല, കോടതി അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ പിന്നെ കോടതി വഴിയാണ് നമ്മൾ അറിഞ്ഞത് എന്നുള്ളതിന്റെ പോസിറ്റീവ് വശം അതിനകത്തുണ്ട്. അത് ഞാൻ കാണാതെയല്ല ഇത് പറയുന്നത്. പക്ഷെ കോടതിയുടെ പല നടപടികളും ഈ കാര്യത്തിൽ ഈ ക്ഷേത്രങ്ങളുടെ ഈ കൊള്ള നടത്തുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോടതിയുടെ നടപടികളും എന്ന് ഒട്ടനവധി ഉദാഹരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അതെന്റെ മുന്നിലുണ്ട്. അത് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് കോടതിയുടെ വ്യക്തമാക്കുകയാണ്. ചോദ്യങ്ങൾ ഈടി നേടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആർ വി ബാബു, ഈ ബോധപൂർവം ബോർഡ് അധികൃതർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു എന്ന് കൂടി കോടതി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഈ ഉത്തരവ് ലംഘിച്ചു എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഈ സ്വർണ്ണപ്പാളി അടക്കമുള്ളത് അവിടെ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി, കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ട് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. അത് വളരെ വ്യക്തമായിട്ട് അന്നു മുതൽ നമ്മൾ പറയുന്നതാണല്ലോ. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് കോടതി ശക്തമായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരണം. ആ സംവിധാനം അവിടെ തുടരാൻ പാടില്ലെന്ന് കോടതി പറയണം. അത് സർക്കാരിനോട് ഉചിതമായ നടപടിയെടുക്കാൻ പറയണം. ഇതാണ് കോടതി ആവശ്യപ്പെടേണ്ടത്. ആ ഭരണ സംവിധാനം രാജിവെക്കണം, അത് തുടരുന്നതിൽ അധാർമികതയുണ്ട് എന്ന് കോടതിക്ക് പറഞ്ഞാൽ എന്താ? കോടതി ആ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ കോടതി വെറുതെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഗാലറിയുടെ കയ്യടി നേടാൻ വേണ്ടിയുള്ള കുറെ വചക കസർത്തുകൾ നടത്തുകയല്ല വേണ്ടത്. ഇവിടെ ഭക്തന്മാര് ഇവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാന്ന്. ഭക്തന്മാർ അവരുടെ പണം സമർപ്പിച്ചത്, വിശ്വാസപൂർവ്വം സമർപ്പിച്ചത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ, കാവൽക്കാർ തന്നെ കൊള്ളക്കാരായ അവസ്ഥയാണ് ഉണ്ടായത്. അതും കോടതിക്ക് ഉത്തരവാദിത്തമില്ലേ? കോടതിയുടെ മോണിറ്ററിംഗിലല്ലേ ഇത് മുഴുവൻ നടക്കുന്നേ? കോടതിക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. കോടതിയുടെ മോണിറ്ററിംഗിലല്ലേ ഓഡിറ്റ് അടക്കം നടക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ മുഴുവൻ കള്ളത്തരമാണ്, ക്രമക്കേടാണ് എന്ന് മൊത്തത്തിൽ എത്രയോ തവണയായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. കോടതിയുടെ മുമ്പിലില്ലേ ഓഡിറ്റ് റിപ്പോർട്ടുകൾ? ആ ഓഡിറ്റ് റിപ്പോർട്ടുകൾ മുഴുവൻ ഇറഗുലാരിറ്റീസ് ആണ്, ക്രമക്കേടുകൾ നിറഞ്ഞതാണ്, അഴിമതി നിറഞ്ഞതാണ്, കള്ളത്തരമാണ് എന്ന് കോടതിയുടെ മുമ്പിലില്ലേ? എന്ത് നടപടിയാണ് കോടതി ഈ കാര്യങ്ങളിലൊക്കെ എടുത്തത്? അതുകൊണ്ട് കോടതിയെ കണ്ണുമടച്ച് കൈയടിക്കാൻ, അനുകൂലമായി കൈയടിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. വസ്തുതകൾ വസ്തുതയായിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് കോടതി അടക്കം പ്രതിക്കൂട്ടിലാവുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ കൃത്യമായ നിലപാടാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു വ്യക്തമാക്കിയിട്ടുള്ളത്.